ഈ ഒരു ഉപ്മാവിൻ്റെ റെസിപ്പി FBയിൽ കാണിച്ചപ്പോൾ ഒരുപാട് പേരാട്ട കളിയാക്കാനുണ്ടായിരുന്നത്. ഇതെന്താ റവ കുറുക്കിയതോ അതല്ലെങ്കിൽ പോസ്റ്ററിന് പശൊട്ടിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയതോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴാട്ടോ ഞാനും ഈ ഒരു ടൈപ്പ് ഉപ്മാവ് കഴിച്ചത്. സംഭവം നല്ല രുചിയുള്ള ഒരു ഉപ്മാവാണ്. അത് മാത്രമല്ല നെഞ്ചരിച്ചിലോ വെള്ളം ദാഹവും നമുക്ക് ഈ ഉപ്മാവ് കഴിച്ചാൽ ഉണ്ടാവില്ല. നമ്മളറിയാത്ത, നമ്മൾ കാണാത്ത, നമ്മൾ രുചിക്കാത്ത എന്തൊരു സംഭവം കണ്ടു കഴിഞ്ഞാലും അതിനെ കളിയാക്കുക എന്നുള്ളത് മലയാളികൾക്ക് അതൊരു പുതിയ കാര്യമല്ല. ഇതിൻ്റെ അമ്മായിമ്മ പഠിപ്പിച്ചു തന്നാട്ടെ ഈ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക. വെളിച്ചെണ്ണയും ഡാൽഡയും അത്യാവശ്യത്തിലേറെ ഒഴിക്കണം, എന്നാലും ഇതിന് രുചി ഉണ്ടാവുള്ളൂ. കടുക് പൊട്ടിച്ച്, പരിപ്പ് പൊട്ടിച്ച്, അതുപോലെ ഉഴുന്നും പൊട്ടിച്ച്, പച്ചമുളകും ഇഞ്ചിയും സവാള ഇട്ട് വഴറ്റിന് ശേഷം കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിക്കണം. കുറച്ചെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കപ്പ് റവയ്ക്ക് 2 മുതൽ 2.5 കപ്പ് വെള്ളം വരെ ഒഴിക്കുക കേട്ടോ. അതും കൂടി ഒഴിച്ച് അതിലേക്ക് കുറേശ്ശായിട്ട് റവ ചേർത്ത് ഇളക്കി കട്ട പിടിക്കാതെ സൂക്ഷിക്കണം. വെള്ളം കൂടുതൽ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ ആ വെള്ളത്തിൽ കിടന്ന് റവ നല്ലപോലെ വേവുകയും ചെയ്യും. ഇതുപോലെ ഒരു കുഴഞ്ഞ രൂപത്തിലാവും. കുറച്ചും കൂടി നമ്മൾ വെള്ളം വറ്റിച്ചെടുത്ത് സംഭവം സെറ്റാക്കി എടുക്കണം. നമ്മുടെ സാധാരണ ഉപ്മാവ്